ഞാനേ പർദ്ദയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പർദ്ദ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. രാവിലെ എണീറ്റ് ചുരിദാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. പർദ്ദയാകുമ്പോൾ ഞാൻ കംഫർട്ടബിൾ ആണ്, പെട്ടെന്ന് പരിപാടി ചെയ്യും. അപ്പോൾ അതെൻ്റെ ഒരു ചോയ്സാണ്. ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സാണ്, കൃത്യമായിട്ട് എൻ്റെ ചോയ്സാണ്. ഇന്നലെ നമ്മളൊരു വാർത്ത കാണുന്നുണ്ടായി. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ചുരിദാർ ഇട്ട് വന്നതിൻ്റെ പേരിൽ അവർക്ക് പുറത്തിരിക്കേണ്ടി വരുന്നത്. ഞാൻ പർദ്ദ ഇടുന്നത് പോലെ ആ ടീച്ചറുടെ ഒരു അവകാശമാണ് അവർക്ക് ചുരിദാർ ഇടുക എന്നുള്ളത്. അവരുടെ ബേസിക് റൈറ്റാണ്, അവർക്ക് ഈ രാജ്യം കൊടുക്കുന്ന റൈറ്റ്സിലൊന്നാണത്. പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ ഇന്നും ഫോളോ ചെയ്യുന്ന കുറേ അലിഖിത നിയമങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ടീച്ചർമാരാണെങ്കിൽ സാരി മാത്രമേ ഉടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം എന്ന് പറയുന്നത്. പലപ്പോഴും സൊസൈറ്റിനോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ന് നിർത്തുന്നു അന്നേ ഈ നാട് നന്നാവുള്ളൂ എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടീച്ചിങ് ഒരു നോബൽ പ്രൊഫഷനാണ്, അല്ലെങ്കിൽ ടീച്ചിങ് എന്തോ ഭയങ്കര സംഭവമാണ്, അതില്ലെങ്കിൽ ഭൂമിക്ക് നിലനിൽപ്പില്ല, അവരേറ്റവും പെർഫെക്റ്റ് ആവണം, അവരേറ്റവും കളങ്കമില്ലാത്ത മനുഷ്യരാവണം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി സൊസൈറ്റി ഒഴിവാക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ടീച്ചേഴ്സിനോടാണ്. അവരെ ഭാഗത്തുനിന്ന് വേണ്ടത് ഞങ്ങളില്ലെങ്കിൽ ഭൂമി കറങ്ങൂല, ഞങ്ങളാണ് ദ ബെസ്റ്റ്, ഞങ്ങളെ കാണുമ്പോൾ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തോളണം എന്നുള്ള ആ ചിന്താഗതി ടീച്ചേഴ്സ് മാറ്റുക എന്നുള്ളത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും നിർത്താതെ നമ്മുടെ സൊസൈറ്റി ഒരു കാലത്ത് നന്നാവാൻ പോണില്ല. അപ്പോൾ എന്താണ് അതിങ്ങനെ തന്നെ പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും, നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു റൈറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചോയ്സാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ടീച്ചർക്കും അല്ലെങ്കിൽ ഓരോ മനുഷ്യർക്കും ഏത് പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളുകൾക്കും അതിനുള്ള ഒരു സ്പേസ് അവിടെ വേണം. അതല്ലാതെ നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശം പരിപാടിയാണെന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മളൊരു പ്രൊഫഷൻ്റെ പേരിൽ മനുഷ്യരെ അതിലേക്ക് കെട്ടിയിടുക എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഈ ചങ്ങല പൊട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ടീച്ചേഴ്സ് സാധാരണ മനുഷ്യന്മാരാണെന്നുള്ളൂ, ഞങ്ങൾക്ക് വേറെ കുറേ പ്രിവിലേജ് വേണ്ട, മറിച്ച് ഞങ്ങൾക്ക് ഇവിടെ സാധാരണ മനുഷ്യന്മാരായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളതും ഈ സൊസൈറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പം കുറച്ചും കൂടെ അതിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ന്യൂ ജെൻ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മാറ്റമാണ് സത്യത്തിൽ. അല്ലാതെ ഞാനിങ്ങനെ എന്താ പറയുക ഹിറ്റ്ലറായിട്ട് നിന്നാലേ എന്നെ എല്ലാവരും പേടിക്കണം, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിന്നാലേ ഞാനൊരു നല്ല ടീച്ചറാവും എന്നുള്ള ചിന്താഗതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാറ്റത്തിനൊപ്പം കൂടുക, കുറച്ചും കൂടെ നല്ല മനുഷ്യന്മാരായിട്ട് കുറച്ചും കൂടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇടപഴകാൻ നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത ഇടപഴകിയ ടീച്ചേഴ്സിനെ തന്നെയല്ലേ നമ്മളൊക്കെ ഓർക്കുന്നത്. അല്ലാതെ എന്താ പറയുക 24 മണിക്കൂർ മസിൽ പിടിച്ച് നടന്ന, അല്ലെങ്കിൽ നമുക്ക് പെയിന് മാത്രം ഉണ്ടാക്കി തന്ന ആരെങ്കിലും നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ കുറച്ചും കൂടി നല്ല മനുഷ്യന്മാരാവുക, അതാണ് വേണ്ടത്. അതാണ് നമുക്ക് ഈ നാടിന് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് സൊസൈറ്റിക്കും മനസ്സിലാക്കി കൊടുക്കുക, അവരെയും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അല്ലാതെ ഓവർ റെസ്പെക്റ്റ് അങ്ങോട്ടും കൊടുക്കരുത്, ഇങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ഒരു പാകത്തിന് മതി. അതായത് നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കണം, നമുക്ക് നമ്മളെ കംഫർട്ട് ഉണ്ട്, നമ്മളെ ചോയ്സസ് ഉണ്ട്, നമ്മളെ റൈറ്റ്സ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യരുത്, വാങ്ങുകയും ചെയ്യരുത്. ഇപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കണം എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അതായത് എവിടുന്ന് 36 കണ്ടാലും എണീറ്റ് നിൽക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ റെസ്പെക്റ്റ് കിട്ടിയിട്ട് 36 ഒരു മടുപ്പ് വന്നിട്ടുണ്ടാവില്ല ഇപ്പോൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ മനുഷ്യന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പ്രത്യേകിച്ചും CBSE പഠിച്ച ആളാണ്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ടീച്ചേഴ്സിനെ കുറച്ചധികം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറ്റി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക. ഈ സാരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ കോർട്ടിൽ പോകണമെന്നോ, നിങ്ങളിതിൻ്റെ ലീഗലായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. ഇവരൊക്കെ പഠിക്കട്ടെ ഇവരൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരെ ടാർഗറ്റ് ചെയ്യണേന്ന് ഇവരൊക്കെ പഠിക്കട്ടെ. എന്തിനാ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നേ? അല്ലാതെ ഒരു മനുഷ്യൻ്റെ റൈറ്റ്സിന് അല്ലെങ്കിൽ ഇതിനൊക്കെ ചോയ്സിനൊക്കെ ആരാണ് ഇവർക്ക് ലിമിറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നത്? അപ്പോൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക, എല്ലാ പിന്തുണ ഉണ്ടാവും, ഇൻഷാല്ലാ എല്ലാ പിന്തുണ ഉണ്ടാവും. ഒരാൾക്ക് മുന്നിലും കുറഞ്ഞു കൊടുക്കേണ്ടതല്ല. ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് എന്തോ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണാതെ അതൊരു പ്രൊഫഷനാണ് എന്നുള്ള രൂപത്തിൽ കാണുക. അതിന് നിങ്ങളെ കൂടെ ഞങ്ങളൊക്കെ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയണം.